കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. കൃത്യമായി കോൺഗ്രസിനെ അഴിച്ചുപണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒക്ടോബർ 31 മുമ്പ് അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ കൃത്യമായി കാര്യങ്ങൾ നീക്കുന്നുണ്ട്. സംസ്ഥാനത്ത് KPCCക്ക് പ്രസിഡന്റ് വരേണ്ടതുണ്ട്. KPCC പ്രസിഡൻ്റായിരിക്കുന്ന സണ്ണി ജോസഫ് ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. അപ്പോൾ അവിടെ പൊസിഷൻ വരേണ്ടതുണ്ട്. വിഷ്ണുനാഥ് മന്ത്രിയാണ്. AP അനിൽകുമാർ മന്ത്രിയാണ്. അപ്പോൾ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന പലരും മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാരവാഹിത്വം മാറേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ DCC പ്രസിഡന്റ് സ്ഥാനം ഇൻചാർജാണ് N ശക്തന്, MLA കൂടാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ DCCകൾ പുനഃസംഘടിപ്പിക്കണം, KPCC പുനഃസംഘടിപ്പിക്കണം, ദേശീയ തലത്തിൽ പുനഃസംഘടന ആവശ്യമുണ്ട്. അപ്പോൾ BJP ഇപ്പോൾ പുനഃസംഘടനയൊക്കെ നടത്തി ഒരുപാട് മുഖങ്ങളെയൊക്കെ കൊണ്ടുവന്ന് സ്മൃതി ഇറാനിയെ പോലുള്ള ആളുകളെയൊക്കെ ഫ്രണ്ടിൽ നിർത്തി കേരളത്തിൽ നിന്ന് സുരേന്ദ്രനെയും അനിൽ ആൻ്റണിയൊക്കെ കൊണ്ടുപോയി അവരൊരു പുതിയ മുഖം തീർക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നു, അബ്ദുള്ളക്കുട്ടി BJP വിട്ടുവെന്ന് പറഞ്ഞു. അതൊരു കാർഡുമൊക്കെ വന്നു ഒരു റിപ്പോർട്ടറിൻ്റെ പേരിൽ. പിന്നെ അവർ ഖേദമൊക്കെ പ്രകടിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ. പിന്നെ അവസാനം അബ്ദുള്ളക്കുട്ടി വന്ന് വന്ദേ മാതരമൊക്കെ പാടി. വേറെ രസമായിരുന്നു ഈ കാര്യങ്ങൾ. അബ്ദുള്ളക്കുട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല. സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് വരും. ഞാനൊരു വീഡിയോ ചെയ്യണമെന്നിരുന്നാണ് അബ്ദുള്ളക്കുട്ടി വിട്ടു എന്ന് പറയുന്ന വീഡിയോ. അപ്പോഴാണ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നത് വിട്ടതല്ല, അത് വ്യാജ കാർഡായിരുന്നു. അപ്പോൾ അങ്ങനെ കാർഡുകളും തിരിമറികളുമായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഒക്ടോബർ 31 മുമ്പ് കേരളത്തിലെ ഈ എല്ലാം കംപ്ലീറ്റ് പുതുക്കണം. പുനഃസംഘടന ഏതാണ്ട് പൂർത്തിയായി വരുന്നു. 787 DCCകളും 74% ബ്ലോക്ക് കമ്മിറ്റികളും 52% മണ്ഡലം കമ്മിറ്റികളും 50% ബൂത്ത് കമ്മിറ്റികളും നിലവിൽ വന്നു. അപ്പോൾ ഇനി ബാക്കിയുണ്ട്, ഒരു പകുതിയോളം ഇനിയും കൊണ്ടുവരാനുണ്ട്, അല്ലെങ്കിൽ 40% ഇനിയും കൊണ്ടുവരാനുണ്ട്. അത് താഴെത്തട്ട് മുതൽ 15,58,250 ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. കേരളത്തിൽ UDF ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ അവസരമൊരുക്കിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി AICCയുടെ യോഗം. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ AICC യോഗമുണ്ടായിരുന്നു, വർക്കിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും താഴെത്തട്ടിലേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം 4 സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയും തയ്യാറാക്കാൻ പ്രവർത്തക സമിതി അതാത് മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. കാരണം രാജ്യത്ത് ഇപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വലിയൊരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരോട് അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഭംഗിയാക്കി ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ MP-മാർ അല്ലെങ്കിൽ മന്ത്രിമാരും NDAയുടെ MP-മാരും മന്ത്രിമാരും സ്കൂളുകളിലും കോളേജുകളിലും പോകുന്നു. അങ്ങനെ ചുരുക്കത്തിൽ അഭിജിത്ത് ദീപ്കയുടെ സമരം, ജെൻസ് ഏറ്റെടുത്ത സമരം, ജെൻസി ഏറ്റെടുത്ത സമരം, ജെന്നിസഡ് ഏറ്റെടുത്ത സമരത്തെ കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നു. എല്ലാ മന്ത്രിമാരും MP-മാരും ഒക്കെ സ്കൂളുകളും കോളേജുകളൊക്കെ സന്ദർശിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ പുതിയൊരു ഉന്മേഷം വരുന്നു എന്നുള്ളതാണ്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വശത്ത് നടക്കുന്നു. ഈ വിഷയം തന്നെ AICCയും ചർച്ച ചെയ്യുന്നു. എന്നിട്ട് KPCCയോടും എല്ലാ പ്രദേശ് കമ്മിറ്റികളോടും ഇത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പുനഃസംഘടന എന്ന കാര്യത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ നിരവധി പേരുകൾ, മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, BT ബലറാം, അങ്ങനെ ബലറാമല്ല, നമ്മുടെ പാലക്കാട് ഷാഫി പറമ്പിൽ, അങ്ങനെ വളരെ വ്യത്യസ്തരായിട്ടുള്ള പേരുകളൊക്കെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേൾക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് സജീവമായിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും കൊടിക്കുന്നിൽ സുരേഷിനോടാണ് താല്പര്യമെന്നും കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.